വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ അവസാന ബന്ദിയുടെ മൃതദേഹം കണ്ടെത്താൻ തെക്കൻ ഗസയിൽ ഹമാസും റെഡ് ക്രോസ് സംഘവും തിരച്ചിൽ ഊർജിതമാക്കി. രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപടികളുമായി ബന്ധപ്പെട്ട് ഖത്തർ, ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാർ ഫോണിൽ ചർച്ച നടത്തി. റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച ഇസ്രായേൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ജെറുസലേമിന് സമീപം വിവാദ കുടിയേറ്റ നിർമ്മാണത്തിന് നിർമ്മാതാക്കളിൽ നിന്ന് ഇസ്രായേൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈവൺ പദ്ധതി എന്ന പേരിൽ ജെറുസലേമിനെ രണ്ടായി പിളർത്തുന്ന കുടിയേറ്റ നിർമ്മാണമാണിത്. സൊമാലിലാൻഡിനെ അംഗീകരിച്ച നടപടി ഇസ്രായേൽ ഉടൻ പിൻവലിക്കണമെന്ന് ആഫ്രിക്കൻ യൂണിയൻ ആവശ്യപ്പെട്ടു. MC നാസർ ചേരുന്നുണ്ട് സമഗ്ര വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടക്കാതിരിക്കാനുള്ള 18 അടവും ഇസ്രായേൽ നടത്തുന്നു. അതിനിടയിലാണ് രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ചർച്ച എങ്ങനെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? ഇതിൽ പ്രധാനമായിട്ടും തങ്ങളുടെ ഈ ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് വ്യവസ്ഥ ചെയ്തിരുന്ന പൂർണ്ണമായിട്ടും ജീവനോടെയുള്ള 20 ബന്ദികളെ ഒക്ടോബർ 10 വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ വിട്ടയച്ചു. പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് 28 ബന്ദികളുടെ മൃതദേഹങ്ങളായിരുന്നു. ഇതിൽ 27 മൃതദേഹങ്ങളും ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. പക്ഷെ ഒരു ബന്ദിയുടെ മൃതദേഹം, റാൻവിലി എന്ന പേരുള്ള ഒരു സൈനികന്റെ മൃതദേഹമാണ് ഇനിയും കണ്ടെത്താൻ ബാക്കിയുള്ളത്. അതിനുവേണ്ടി പിന്നീട് ദിവസങ്ങളിൽ വടക്കൻ ഗസയിൽ പരമാവധി സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തി എങ്കിൽ പോലും ആ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നിർദ്ദേശിച്ചത് പ്രകാരമാണെന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു. ഈ ഫലസ്തീൻ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഹമാസിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് ക്രോസിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ മൃതദേഹം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. തുടർന്ന് മാത്രമേ രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ചയ്ക്ക് തങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നൊരു നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നിർദ്ദേശിച്ചത് പ്രകാരം ഈ അവസാന ബന്ദിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ റെഡ് ക്രോസിന്റെ വിപുലമായിട്ടുള്ള സന്നാഹങ്ങളോടുകൂടി ഇപ്പോൾ തെക്കൻ ഗസയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ജീന സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഇനിയും ഈ സ്വഭാവത്തിൽ നീണ്ടുപോകുന്നത് ഒരുപക്ഷെ ആ വെടിനിർത്തൽ പൂർണ്ണമായിട്ട് തകരുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഖത്തറും അതോടൊപ്പം തന്നെ മറ്റൊരു മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഈജിപ്തും, 2 രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ വളരെ വിശദമായി തന്നെ ടെലിഫോണിൽ ചർച്ച നടത്തി. പക്ഷേ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഈ 2 രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ തുർക്കി ഉൾപ്പെടെയുള്ള മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ടും ആശയവിനിമയം തുടരുന്നുണ്ട്. അമേരിക്കയെയും നിലവിലുള്ള ചർച്ചയുടെ ഒരു പുരോഗതി മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചതായിട്ടാണ് സൂചന. എന്തായാലും ഈ മാസം തന്നെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കണമെന്ന തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല എന്നാണ് അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ട്. ജീന, നാസർ, ഈ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതുപോലെ ഗസയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ദുരിതത്തിൽ കഴിയുകയാണ് അവിടുത്തെ ജനത. അപ്പോൾ അവർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. മാനുഷിക സഹായം അടക്കം അവിടെ എത്തുന്നില്ല. അതിനും ഇസ്രായേൽ അവിടെ വിലങ്ങുതടിയാകുന്നുണ്ട്. ഈ റഫ അതിർത്തി തുറക്കുന്നതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇതിന് ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു റഫ അതിർത്തി ഉടൻ തുറക്കണമെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ഏതാണ്ട് 15,000-ഓളം വരുന്ന പരിക്കേറ്റ പലസ്തീൻകാർക്ക് ഏറ്റവും പുറം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അനുമതി നൽകണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ വ്യവസ്ഥ ചെയ്തിരുന്നു. പക്ഷേ ഈ ഇത്രയും സമയമായിട്ട് ഏതാണ്ട് ഇപ്പം 3 മാസത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെയും റഫ അതിർത്തി തുറക്കാനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഈജിപ്തിനോട് ഇസ്രായേൽ നിർദ്ദേശിച്ചത് നിങ്ങളുടെ ഭാഗത്തുള്ള അതിർത്തി തുറക്കാം, പക്ഷേ ഗസയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് ഒരിക്കലും തന്നെ മടങ്ങി വരാനുള്ള അനുമതി നൽകില്ല എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു അവസരം എന്നതിലപ്പുറത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാനോ ഈ പരിക്കേറ്റവരെ പുറത്തേക്ക് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഗസയിലേക്ക് ഏറ്റവും സുരക്ഷിതമായ സ്വഭാവത്തിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ഉപകരണങ്ങളും താൽക്കാലിക ടെന്റുകളും എത്തിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. 2 കൊല്ലത്തിലധികം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശീയ ഉന്മൂലന നടപടികൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ സമീപകാലത്തുണ്ടായ പ്രകൃതിക്ഷോഭം, ഇതൊക്കെയും ഗസ ജനതയെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമം ഒരു മാനുഷികമായിട്ടുള്ള സൗകര്യങ്ങൾ, സഹായങ്ങൾ ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ ഈ വെടിനിർത്തലിന്റെ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ട് പോലും ഇനിയും നടപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെ റഫ അതിർത്തി എന്ന് തുറക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഈ ഗസ നിവാസികൾ കഴിഞ്ഞുകൂടുന്നത്. കാരണം ആ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ ഗസയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സഹായം
എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യവും അതിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പരിക്കേറ്റവരെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ഈ അതിർത്തി തുറന്നുകൊണ്ട് അവരെ പുറത്തേക്ക് അയക്കാനുള്ള ഒരു മാർഗം ഇനിയും ലഭ്യമായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തുടരുന്നത്. എന്തായാലും റഫ അതിർത്തി ഇനിയും തുറന്നിട്ടില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ദുരിതപൂർണമാവും. അതോടൊപ്പം തന്നെയാണ് 37 അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഗസയിൽ പ്രവർത്തിക്കുന്നതിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള സന്നദ്ധ സംഘങ്ങളും ഇതിൽ ഉൾപ്പെടും. അവരോടും എത്രയും പെട്ടെന്ന് ഗസയിൽ നിന്ന് പിൻവാങ്ങാനാണ് ഇപ്പോൾ ഇസ്രായേൽ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രയും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ ഗസ ജനത നീങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള സൗകര്യങ്ങൾ, സാന്ത്വനം പകരാനുള്ള ആശുപത്രിയിൽ ഏറ്റവും മിനിമം സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം വളരെ പെട്ടെന്ന് വേണമെന്ന് UN-ഉം വിവിധ ലോകരാജ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അംഗീകരിക്കാൻ ഈ നിമിഷം വരെയും ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്നത് എത്ര കാലം ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകും എന്ന് സംബന്ധിച്ച ആശങ്ക തന്നെയാണ് ഈ രാത്രിയിലും നിലനിൽക്കുന്നത്. ജിന.